ഈയിടെ എന്നെ പുറത്താക്കി ഇസ്ലാം മതത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, ഒരു മതസംഘടന എന്നെ പുറത്താക്കി. ഞാൻ പണ്ടും അവരെ കൂടെ ഇല്ല, പിന്നെ ഇപ്പൊ പുറത്താക്കിണ്ട് അവരിൽ നിന്ന്. ഞാൻ എന്നും ഒരു മുസ്ലിമാ, ഇസ്ലാം മതം എന്താണെന്ന് എനിക്കറിയാം. അവരൊന്നും എന്നെ പഠിപ്പിക്കേണ്ട, വേണമെങ്കിൽ. അതുകൊണ്ട് എന്നെ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്താക്കി 2 ആഴ്ച മുമ്പ്. എനിക്കത് മനസ്സിലായി. ഇങ്ങനെയൊക്കെ ഇസ്ലാം മതം കൊണ്ടുപോയാൽ എവിടെ പോയി നിൽക്കും? ഞാൻ ചോദിക്കട്ടോ. അതും ഞാൻ ആ സംഘടനയുടെ പേര് പറഞ്ഞപ്പോ ഈ സരസ് വഷളാക്കുന്നില്ല. ഞാൻ എന്നും ഒരു മുസ്ലിമാ, ഇസ്ലാം മതം എന്താണെന്ന് എനിക്കറിയാം. അവരൊന്നും എന്നെ പഠിപ്പിക്കേണ്ട, വേണമെങ്കിൽ. അമ്മക്ക് തുല്യമായി അമ്മ മാത്രമേ ഈ ഭൂലോകത്തുള്ളൂ എന്നതിന് യാതൊരു സംശയവും വേണ്ട. അമ്മക്ക് തുല്യരായി ഒരാളെ കാണാൻ സാധിക്കില്ല. ജാതി മതമില്ല എന്ന് മാത്രമല്ല, ദേശങ്ങളില്ല, രാജ്യങ്ങളില്ല എന്ന് മാത്രമല്ല, ഭൂലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ആരാ ഒരു വ്യക്തി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അമ്മ മാത്രമാണ്. ആ കാര്യത്തിൽ സംശയം വേണ്ട. അമ്മയെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ആത്മീയതയിൽ അധിഷ്ഠിതമായി ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള കർമ്മ പരിപാടി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് മുന്നോട്ടു പോകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഒരു മഹൽ വ്യക്തിയുണ്ടെങ്കിൽ അതമ്മ മാത്രമാണ്. ആ കാര്യത്തിൽ സംശയം വേണ്ട. ഇത് നമുക്കെല്ലാവർക്കും ഏത് കാലത്തേക്കും നമുക്കെല്ലാവർക്കും ആവേശവും അതുപോലെ തന്നെ നമുക്ക് ദർശനവും അമ്മയിൽ നിന്ന് ലഭിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയവുമില്ല. അമ്മയെ സംബന്ധിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കരുണാനിധി എന്നാരെയെങ്കിലും പറയാനുണ്ടെങ്കിൽ അതമ്മ തന്നെയാണ്. ആ കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഞാൻ പറയട്ടെ, അമ്മയെ സംബന്ധിച്ചോടും അമ്മ നമുക്കെന്നും മാതൃകയായിരിക്കും. അമ്മക്ക് മരണമെന്ന് പറയുന്നത് ഒരിക്കലും ഉണ്ടാവില്ല. ആ കാര്യത്തിൽ കുര്യൻ ജിയെയോ മാണിസാറിനെയോ പോലെ വല്ലപ്പോഴും വിശ്വാസം പ്രഖ്യാപിക്കുന്ന ആളല്ല ആര്യാടൻ. ആത്മീയതയുടെ ചെണ്ടപ്പുറത്ത് എവിടെ കോലു വീണാലും ദേശീയ മുസ്ലിമായ മാന്ത്രിക ശക്തി നമ്മുടെ ഉസ്താദിനുണ്ട് എന്നതിന്റെ തെളിവാണ്. ഞാൻ ഇന്ന് രാവിലെ പ്ലെയിൻ ഇറങ്ങി, കുറച്ച് ആളുകൾ ഈ യോഗത്തിൽ സംബന്ധിക്കേണ്ടവർ ആ പ്ലെയിനിൽ ഉണ്ടായിരുന്നു. വന്നിറങ്ങുമ്പോൾ എന്തൊരു മഴയായിരുന്നെന്നറിയാമോ? ഞാൻ ധരിച്ചു ഇതാകെ ഇന്ന് കലങ്ങിപ്പോകുമെന്ന്. പക്ഷേ എന്താണ് ഉസ്താദ് ഇതിന് ചെയ്തത് എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതുകൂടി അന്വേഷണ വിധേയമാക്കണമെന്ന് ചിലർ പറയാനിടയുണ്ട് എന്ന് മാത്രം ഞാൻ പറയുന്നു. ഏതായാലും ഈ സമ്മേളനം ഒരു കാര്യം തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. മുസ്ലിം സമുദായത്തിൽ ഏറ്റവും ഉന്നതനായ നേതാവ് കാന്തപുരം ഉസ്താദാണ് എന്ന് തെളിയിക്കുന്ന സമ്മേളനമാണ് ഇവിടെ നടന്ന് കാണുന്നത്. ഇതിൽ അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല എന്ന് മാത്രം ജനങ്ങളോട് പറയട്ടെ. കാന്തപുരം ഉസ്താദ്, ഷെയ്ഖുന കാന്തപുരം AP അബൂബക്കർ വലിയുല്ലാഹി, സുന്നികളുടെ അമൃതാനന്ദം, രണ്ടിലും വ്യത്യാസം കാണുന്നില്ല ആര്യാടൻ. എന്തിനും വിശ്വസിക്കും ആര്യാടൻ, ആരെയും പുകഴ്ത്തും ആര്യാടൻ. മാതൃകയായിരിക്കും. അമ്മക്ക് മരണമെന്ന് പറയുന്നത് ഒരിക്കലും
ഒരിക്കലും ഉണ്ടാവില്ല. ആ കാര്യത്തെ